നമസ്കാരം. ടെക് ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എങ്ങനെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ആഗസ്റ്റ് 31 വരെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തീയതി കേന്ദ്ര സർക്കാർ നീട്ടിയ ഒരു അവസ്ഥയിൽ ധാരാളം ആളുകൾ പാൻ കാർഡിനെ ആധാറുമായി ലിങ്ക് ചെയ്യാനായി അക്ഷയ കേന്ദ്രങ്ങളിലും ഇൻ്റർനെറ്റ് കാഫേയിലേക്കും ഓടുകയാണ്. അങ്ങനെ ഓടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്വസ്ഥമായി നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു അടിസ്ഥാനപരമായ കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവണം. സാധാരണക്കാരനായ ആളുകൾക്ക് പോലും ഇത് സുഖമായി അവനവൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നർത്ഥം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കിന്ന് പരിചയപ്പെടാം ഈ വീഡിയോയിലൂടെ. ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ എടുക്കാം. അത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആവാം, മോസില്ല ആവാം, ക്രോം ആവാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസർ സെലക്ട് ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഗൂഗിൾ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൽ നിങ്ങൾ ആദ്യം പാൻ കാർഡ് നടിക്കുക. പാൻ കാർഡ് നടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പാൻ കാർഡ് ലിങ്ക് ആധാർ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്ന് കാണും. അത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് ഈ പാൻ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പാൻ കാർഡ് നടിക്കുമ്പോൾ തന്നെ പാൻ കാർഡ് ലിങ്ക് ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷൻ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത കുറേ ഓപ്ഷൻസിലേക്ക് വന്നു. ഒരു അടുത്ത പേജ് വന്നു. ആ പേജ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ലിങ്ക് ആധാർ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻകം ടാക്സ് ഇ ഫയലിംഗ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ലിങ്ക് ആധാർ എന്നുള്ള ഒരു പേജുണ്ട്. ആ ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിങ്ക് ആധാർ എന്ന ആ പേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു പേജിലേക്ക് അത് പോകുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലിങ്ക് ആധാർ എന്നുള്ള ഒരു ഫോമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഫോം നിങ്ങൾക്ക് വളരെ ലളിതമായ ഫോമാണ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി എന്തെങ്കിലും സാഹചര്യവശാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ പാൻ കാർഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്കിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ലിങ്ക് ആധാർ എന്ന് അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകം ടാക്സ് നടിക്കാം. ഇൻകം ടാക്സ് എന്നടിച്ചാലും ഈ ഫയലിംഗ് അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം പേജിലേക്ക് നമ്മളെടുത്തും അവിടെയും നിങ്ങൾക്ക് ലിങ്ക് ആധാർ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്നത് സെയിം പേജിൽ തന്നെയാണ്. അതായത് ലിങ്ക് ആധാർ എന്ന് പറഞ്ഞുള്ള ഒരു ഫോമിലാണ് നമ്മൾ എത്തുന്നത്. നമുക്ക് ആ ഫോം ഒന്ന് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? അതിനകത്ത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ വേണം, ആധാർ നമ്പർ വേണം, ആധാറിൽ എഴുതിയ പേര് വേണം. അത്രയും ഡീറ്റെയിൽസാണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കണം. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾക്കറിയാം ഒരു 10 ഡിജിറ്റ് നമ്പറായിരിക്കും. ആ നമ്പർ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. അടുത്തത് നിങ്ങളുടെ ആധാർ നമ്പറാണ്. ആധാർ നമ്പർ നിങ്ങൾ ആധാർ കാർഡിൽ നോക്കി അറിയാൻ പറ്റും. 12 ഡിജിറ്റിൻ്റെ ഒരു നമ്പറായിരിക്കും. 12 ഡിജിറ്റ് അടിക്കുക. 12 ഡിജിറ്റിൻ്റെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വിളിക്കുന്നത് നെയിം ആസ് പെർ ആധാർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാറിൽ എപ്രകാരമാണോ പേര് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കണം. പേരിൽ യാതൊരുവിധ മാറ്റവും നിങ്ങൾ വരുത്താൻ പാടില്ല. ആധാർ കാർഡിൽ അടിച്ചിരിക്കുന്ന പേര് അതേപടി തന്നെ നിങ്ങൾ ഈ ഫോമിലേക്കും അടിക്കണം. പേരടിച്ചു. അടുത്ത് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചുള്ള ഒരു എൻക്വയറിയാണ്. ചില ആധാർ കാർഡുകളിൽ കൃത്യമായ പൂർണ്ണമായ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. എന്നാൽ ചില ആധാർ കാർഡുകളിൽ നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണ് ഉള്ളത്? ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ അതോ ഇയർ ഓഫ് ബർത്ത് മാത്രമാണോ? എന്താണ് ഉള്ളത് അതിനനുസരിച്ച് വേണം അടുത്ത ഓപ്ഷൻ നമ്മൾ ലിങ്ക് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൽ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ആ ഇമേജിൻ്റെ കോഡ് താഴത്തെ കോളത്തിൽ അടിക്കണം. അതിനകത്ത് ക്യാപ്പും സ്മോൾ ലെറ്ററും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചടിക്കണം. അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ അടിക്കണം. സ്മോൾ ലെറ്റർ ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അവിടെ അടുത്ത കോളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏറ്റവും അടിയിൽ ലിങ്ക് ആധാർ എന്ന് പച്ച കളറിലുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണും അല്ലേ? ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ആധാർ എന്നുള്ള ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി
ഒരു പേജിലേക്ക് എത്തും. നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇപ്പോൾ പാൻ കാർഡ്, ഇപ്പോൾ ഇതിന് ഞാൻ അടിച്ചിരിക്കുന്നത് ഡമ്മി പാൻ കാർഡ് ആയതുകൊണ്ട് അങ്ങനെ പാൻ കാർഡ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പാൻ കാർഡ് എത്തില്ല. അല്ല നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ കാണിക്കും. ഇല്ല, എല്ലാ വിവരങ്ങളും നിങ്ങൾ കൊടുത്ത് കൃത്യമാണെങ്കിൽ, ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു പുതിയ വിൻഡോയിലേക്ക് എത്തും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കും യുവർ ആധാർ കാർഡ് ഈസ് ലിങ്ക്ഡ് സക്സസ്ഫുള്ളി വിത്ത് യുവർ പാൻ കാർഡ്. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് തന്നെ ആർക്കും ചെയ്യാവുന്നതാണ് വീടുകളിൽ. ഇതിനു വേണ്ടി നമ്മൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒരു വിധത്തിലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എവിടേക്കാണ് ഓടേണ്ടത്, എവിടെ പോയാലാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെ യാതൊരു ആകുലതകളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.